ബൈജു കൊട്ടാരക്കര, അപ്പോൾ ഈ പറയുന്ന കേരളം ഞെട്ടിയ അങ്ങേയറ്റം ഹീനമായ ആർക്കും ഓർക്കാൻ പോലും കഴിയാത്ത ഒരു പരമ നിന്ദ്യമായ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് 376D കൂട്ടബലാത്സംഗ ഗ്യാങ് റേപ്പിൽ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ. പ്രതികളും മനുഷ്യരാണ്, പ്രതികൾക്ക് മനുഷ്യാവകാശമുണ്ട്, അവർക്ക് 40 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. ബൈജു കൊട്ടാരക്കര, പ്രതികളും ആ ഉദാരമായ കാരുണ്യം അർഹിക്കുന്നവരാണ്. കാശ്മീർ ശരിക്കും വളരെയധികം നിരാശാജനകമായ ഒരു വിധി പ്രസ്താവമാണ് കേട്ടത്. കഴിഞ്ഞ ദിവസം 8-ാം തീയതി തന്നെ നമ്മൾ അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്, അതിന്റെ കോൺഫറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇന്ന് ഇതും കൂടി കേട്ടപ്പോൾ സത്യത്തിൽ വളരെയധികം നിരാശാജനകമെന്ന് പറഞ്ഞാൽ വളരെയധികം നിരാശാജനകമായ ഒരു വിധി പ്രസ്താവമാണെന്ന് കേട്ടത്. ഒരു കാലത്തും അംഗീകരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിധി പ്രസ്താവം. കാര്യം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും അധികം ഒരു മിനിമം ആ ശിക്ഷ 1-ാം പ്രതിക്കെങ്കിലും ഒരു ജീവപര്യന്തമെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുമില്ല. അതില്ലാതെ 20 വർഷം അയാൾക്ക് ഇനി 7.5 വർഷം കഴിഞ്ഞിട്ട് 12.5 വർഷം അയാൾക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഒക്കെ ചില ഉന്നതന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് പല ആളുകൾക്കും ഏത് നിമിഷം വേണമെങ്കിലും പരവളിറങ്ങി പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് എന്ന് കരുതുന്നു. ഇക്കാര്യത്തിൽ ഈ പറയുന്ന അതിജീവിതയുടെ സർവൈവറിന്റെ ഒരു സ്വർണ്ണമോതിരം തിരികെ നൽകണമെന്ന് കോടതി പറയുന്നുണ്ട്. ഏത് സ്വർണ്ണമോതിരം എന്നറിയാവോ? തൊണ്ടിമുതലിന്റെ ഭാഗമായുള്ള മോതിരമാണ് അതിജീവി നൽകേണ്ടത്. അതെങ്ങനെയാണ് തൊണ്ടിമുതലായത്? അതായത് ഈ വിവാഹമോതിരം കാണത്തക്ക വിധത്തിൽ പ്രതികൾ എന്ന് പറഞ്ഞാൽ ആ മോതിരം ഈ പറയുന്ന ഭാവി ഭർത്താവിന്റെ പേരെഴുതിയ ആ മോതിരം കാണത്തക്ക രീതിയിൽ കൂട്ടബലാത്സംഗ ചിത്രീകരണമാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്, അത്രത്തോളം വൃത്തികെട്ട പണി കാണിച്ച്, അത്രത്തോളം അധമമായ ഒരു അപരാധം കാണിച്ച പ്രതികൾക്കാണ് 20 വർഷം കഠിന തടവും 7.5 വർഷം അനുഭവിച്ചു കഴിഞ്ഞു. ഏറ്റവും ആദ്യം ഇറങ്ങാൻ പൾസർ സുനിയായിരിക്കും. ആഷ്മി, എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഇത്രയും വൃത്തികെട്ട പണികൾ കാണിച്ച ഇവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഈ രീതിയിലുള്ളൊരു വിധി വരുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. സങ്കടം മാത്രമല്ല, ഒരുപാട് ഈ കോടതി ആദ്യം തന്നെ പറഞ്ഞു ഇനിയിപ്പോ കോടതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം തന്നെ കോടതി ലക്ഷ്യം ചാർജ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ മാധ്യമങ്ങളെയും ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു കാരണവശാലും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത, നീതീകരിക്കാൻ പറ്റാത്ത ഒരു വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ മോതിരം മാത്രമാക്കുന്നതിന് 5 ലക്ഷം രൂപയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതും കൂടി കൊടുത്ത് ജയിലിൽ സുഖവാസം അനുഭവിക്കാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ 5-6 പ്രതികളും ജയിലിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി വിധിച്ച ഈ 5 ലക്ഷം രൂപയും അവരുടെ സുഖവാസനും അതുപോലെ തന്നെ ഈ മോതിരവും അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അവരെ ജയിലിൽ കുറച്ച് അവരുടെ ചെറുപ്പക്കാരല്ലേ, അവർ ജയിലിൽ കുറച്ച് അവരുടെ സുഖമായി ജീവിക്കട്ടെ, ആ സുഖവാസം അവർ ജയിലിൽ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ അവരെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ബൈജു കൊട്ടാരക്കര, നമ്മൾ ഇത് കോടതിയെ വിമർശിക്കലല്ല, ജഡ്ജിയെ ഒരു തരത്തിൽ വിമർശിക്കലല്ല. അവരോടൊക്കെ ബഹുമാനവും നിറഞ്ഞ വലിയ ആദരവും സ്നേഹവും ബഹുമാനങ്ങളും ബഹുമാനങ്ങളും ആദരവും മാത്രമേ ഉള്ളൂ. പക്ഷേ കോടതി വിധിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം വിമർശിക്കുന്നുണ്ട്. കോടതിയുടെ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിയമം അറിയാത്തവരല്ല, അത് അവർ വിമർശിക്കുന്നുണ്ട്. അത് വിമർശന വിധേയമാക്കാം. കോടതി വിധിയിൽ അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിമർശന വിധേയമാക്കാമെന്നുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ കാര്യമല്ല അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.